BJPയുടെ ചടയമംഗലം വൈസ് പ്രസിഡന്റും BJPയുടെ നേതാവുമായ ശ്രീ കുരിയോട് മഞ്ചേഷ് സാക്ഷി ടിവിയോട് പ്രതികരിക്കാൻ. മഞ്ചേഷ്, എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? ജനങ്ങളെ എല്ലാ കാലത്തും വിഡ്ഢികളാക്കിക്കൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് നേടി വിജയിക്കാമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും കപട തന്ത്രങ്ങൾക്ക് എതിരെയുള്ള കനത്ത തിരിച്ചടി ഈ ചടയമംഗലത്തിൻ്റെ വികസന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് അവർക്കൊരു കനത്ത തിരിച്ചടി നൽകുന്ന ഒരു വോട്ട് എടുപ്പായിരിക്കും, വോട്ട് നൽകലായിരിക്കും പ്രബുദ്ധരായി ഇവിടുത്തെ വോട്ടർമാർ നൽകും എന്നുള്ളത് കൊണ്ട് തന്നെ BJP നല്ല വിജയപ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാ കാലത്തും ഉള്ളതാണ്. മന്ത്രിസഭയുണ്ട്, അതുപോലെ MP ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരെല്ലാം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോൾ മാത്രം മിനി സിവിൽ സ്റ്റേഷൻ്റെ കാര്യം പറയും. മുല്ലക്കർ രത്നാകരൻ ഈ മിനി സിവിൽ സ്റ്റേഷൻ തറക്കല്ലിട്ടിട്ട് പോയിട്ട് 7 വർഷമായി, 7ാം ചരമവാർഷികമാണ് ഇപ്പം നടക്കുന്നത്. അതുപോലെ പിന്നെ ആശുപത്രിയുടെ കാര്യം, ആശുപത്രിക്ക് ഇവർ പറയുന്നത് പറഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഇപ്പോൾ ആശുപത്രി കിടത്തി ചികിത്സ ഉണ്ടാവും, ഉടനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. ഇവർ 10-35 വർഷം കൊണ്ട് പറയാണ്. 10-35 വർഷം മുമ്പ് ഇവർ പറയുന്നതിന് മുമ്പ് ആശുപത്രിയിൽ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു, പ്രസവമെടുപ്പുണ്ടായിരുന്നു, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സൗകര്യമില്ലാത്ത, ഒരു പനി ചികിത്സയ്ക്ക് പോലും ചെന്നാൽ നിവൃത്തിയില്ലാത്തൊരു ആശുപത്രിയായിട്ട് ഈ ആശുപത്രിയെ മാറ്റി. ജംഗ്ഷൻ ഇവർ പറയും ഇപ്പോൾ ഉടനെ നമ്മൾ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ വയ്ക്കും, ട്രാഫിക് ഐലൻഡ് വയ്ക്കും, ഞങ്ങൾ ജംഗ്ഷൻ മനോഹരമാക്കും. പക്ഷേ ജംഗ്ഷൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ നിലമേലത്തെ ജംഗ്ഷൻ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ 1000 ജംഗ്ഷൻ എടുത്ത് ട്രാഫിക് സിഗ്നലുണ്ട്, ട്രാഫിക് ഐലൻഡ് ഉണ്ട്. ചടയമംഗലത്തിൻ്റെ അവസ്ഥ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിച്ച് മരിക്കേണ്ട അവസ്ഥയാണ്. 40-40 വർഷം കൊണ്ട് ഇവർ പറയുന്നു ഇവിടെ വികസനം കൊണ്ടുവരും പറയുന്നതല്ലാതെ ഇവർ ശരിയാക്കാമെന്ന് പറയുന്നു. ഇവിടെ കള്ളിക്കാട് പോലുള്ള മേഖലകളിൽ ഇപ്പോഴും കുടിവെള്ളമില്ല, അവിടെ കുടിവെള്ളം എത്തിക്കാമെന്ന് പറയുന്നു. ഇതൊന്നും ഇവർ വാഗ്ദാനങ്ങളല്ലാതെ ഒരു കാര്യം ഇവിടെ പ്രവൃത്തിയിൽ എത്തിക്കുന്നില്ല. സ്റ്റേഡിയത്തിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കണം. എത്രയോ വർഷം കൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ പണി നടക്കുന്നു. ഒരു പന്ത് തുരുട്ടി കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ കുറേ വേസ്റ്റ് കൊണ്ട് തള്ളി, അതുകൊണ്ട് പിന്നെ അവിടെ ജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി. അവിടെ ഒരു മൂത്രപ്പുരയുണ്ട്, എത്രയോ വർഷം മുമ്പ് 10-15 ലക്ഷം രൂപ മുടക്കി മൂത്രപ്പുരയും ഉണ്ടാക്കിയിട്ടതാണ്, പക്ഷേ അത് തുറന്നു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിട്ട് തള്ളി അതിൻ്റെ പ്രവർത്തനക്ഷമമായിരുന്ന ചന്ത ഇപ്പോൾ അവർ നശിപ്പിച്ച് ചന്തയില്ലാതാക്കി. അതുപോലെ എക്സൈസ് ഓഫീസ്, അത് വാടക കെട്ടിടത്തിലാണ്. അവർ നിലവിലൊക്കെ സ്ഥലം അന്വേഷിക്കുകയാണ്. അവർക്ക് പിന്നെ ഇവിടെ സൗകര്യമില്ല, ഇവിടെ വെള്ളമില്ല, ഇവിടെ വാടക അധികം. അതുകൊണ്ട് നിലമേ പഞ്ചായത്തുകാർ അവർക്ക് സൗജന്യമായിട്ട് എക്സൈസ് ഓഫീസിന് റൂം കൊടുക്കാമെന്ന് പറഞ്ഞു, കട കൊടുക്കാമെന്ന്, വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ മാറാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വികസനത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ ഇവർ ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇനിയും ജനങ്ങൾ വിഡ്ഢികളാകാതെ, ജനങ്ങൾ കബളിപ്പിക്കപ്പെടാതെ, ജനങ്ങൾ പ്രബുദ്ധതയോടുകൂടി വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചടയമംഗലം ഇനിയും അവികസനത്തിൻ്റെ അഗാധകൃത്യത്തിലേക്ക് പോകുന്നല്ലാതെ. കടയ്ക്കൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, 10-35 വർഷം മുമ്പ് ഞാനും എൻ്റെ ചെറിയ പ്രായത്തിൽ സൈക്കിൾ റാലി, താലൂക്കിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കിൾ റാലി നടത്തിയിട്ടുണ്ട്. ആ സൈക്കിൾ റാലിയിൽ ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഊളം കൂവം കുഗ്രാമം അവിടെ വേണോ താലൂക്ക് എന്നായിരുന്നു. എന്നാൽ അന്ന് ഊളം കൂവുന്ന കുഗ്രാമമായിരുന്ന കടയ്ക്കലിൻ്റെ അവസ്ഥ ഇന്നെന്താണ്? ഇന്ന് അവിടെ കടയ്ക്കൽ ഏറ്റവും വലിയ ആശുപത്രി ഉണ്ടായി, അവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടായി, ഏറ്റവും വലിയ കോടതി അവിടെ ഉണ്ടായി, ഏറ്റവും നല്ല ജംഗ്ഷൻ ഉണ്ടായി, ഏറ്റവും നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായി, ഏറ്റവും നല്ല ചന്തയുണ്ടായി. ഇതെല്ലാം കടയ്ക്കലിന് കൊടുത്തതിൽ വളരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാമായിട്ട് വളരെ കാരണം ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും തലതൊട്ടന്മാരെല്ലാം കടയ്ക്കല. അതുകൊണ്ട് പ്രധാനപ്പെട്ട വികസനങ്ങളും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും എല്ലാം കടയ്ക്കൽ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ ചടയമംഗലം ആസ്ഥാനമാക്കിയിട്ടുള്ള താലൂക്ക് അത്തരത്തിലുള്ള പദ്ധതികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിനി സിവിൽ സ്റ്റേഷൻ പോലുള്ള പദ്ധതികളെ ഇവർ അവതാളത്തിലാക്കിയിട്ടിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികസനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദി സർക്കാർ വികസനത്തിൻ്റെ കാര്യത്തിൽ അഴിമതി ലെവലേശമില്ലാതെ ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം വികസനം നടന്നിട്ടുള്ളൊരു സർക്കാർ ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ വികസന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെയും BJP സർക്കാരിൻ്റെയും കരങ്ങൾക്ക് ശക്തി പകരണമെങ്കിൽ, ആ അത്തരത്തിലുള്ള വികസനങ്ങൾ ഈ നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാറ്റത്തിൻ്റെ മണിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് ഒരു ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ നൽകിയില്ല എങ്കിൽ ഇനിയും വരാൻ പോകുന്ന ഭാവിയെ കൂടി ഇവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ, ആസൂത്രണവും ദിശാബോധവും ഇല്ലാത്ത ഭരണം ഈ ചടയമംഗലത്തെ ഇത്തരത്തിലാക്കിയെങ്കിൽ, നശിച്ച നാടാക്കി നശിപ്പിച്ചൊരു പഞ്ചായത്താക്കി മാറ്റിയെങ്കിൽ അതിനെതിരെ ഒരു പ്രതികരണവും പ്രതിഷേധവുമായിട്ട് വികസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു വോട്ട് നിങ്ങൾ BJPക്ക് നൽകണം.
BJPയുടെ സ്ഥാനാർത്ഥി ലേഖ രാജേഷ് നൽകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ